Lordship, the Bishop, and the dignitaries who are here today. Brothers and sisters, I greet you all in the name of our Lord and Savior Jesus Christ. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ തിരുമേനി, മറ്റ് തിരുമേനിമാരെ, വിശിഷ്ട അതിഥികളെ, കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. Again, allow me to express my sincere gratitude for this opportunity to share the word of God with you. ദൈവവചനം നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ലഭിച്ച ഈ വലിയ അവസരത്തെ ഓർത്ത് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് നന്ദി അറിയിക്കട്ടെ. Indeed, it has been a wonderful time together. ഒന്നിച്ച് ആയിരിക്കാൻ ലഭിച്ച ഈ ഒരു വലിയ അവസരം ധന്യമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. Listening to the reflection from the scriptures. ദൈവവചനത്തിൽ നിന്ന് ഒരുമിച്ചുള്ള ചിന്തകൾ പഠിക്കുന്നതിനും പങ്കുവെക്കുന്നതിനും ലഭിച്ച ഈ അവസരം ഏറ്റവും ധന്യമാണ്. The other day we spoke about the power of unity. ഉദ്ഘാടന യോഗത്തിൽ ക്രൈസ്തവ സഭയുടെ ഐക്യത്തെക്കുറിച്ചാണ് നാം കേട്ടത്. An essential tool for evangelism. സുവിശേഷീകരണത്തിന് അടിസ്ഥാനപരമായി ആവശ്യമായി വേണ്ട ഒരു ഉപകരണമായ ഐക്യത്തെക്കുറിച്ചാണ് നാം പഠിച്ചത്. In that instance, we emphasized that it is not always what we say that make us successful. ആ സംഭവത്തിൽ ആ ചിന്തയിൽ നാം പങ്കുവെച്ചത്, നാം പറയുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതത്തെ വിജയപൂർണ്ണമാക്കുന്നത്, but how we look is more important. മറ്റുള്ളവർ നമ്മളെ നോക്കുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് അന്ന് പറഞ്ഞത്. And that kind of life അത്തരത്തിലുള്ള ഒരു ജീവിതം is a response to the Lord Jesus' prayer. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയോടുള്ള ഒരു പ്രതികരണമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. That when they are one, അവർ ഒന്നായിരിക്കുമ്പോൾ the world will possess two things. ഈ ലോകത്തിന് രണ്ട് കാര്യങ്ങൾ ലഭിക്കും. First, the world will believe ഒന്ന്, ലോകം ക്രിസ്തുവിൽ വിശ്വസിക്കും, that God sent Jesus Christ to save the world. ലോകത്തെ രക്ഷിക്കുവാൻ ദൈവം ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് ലോകത്തിലുള്ളവർ വിശ്വസിക്കും. Secondly, രണ്ടാമതായി, that the world will know that the Father sent Jesus Christ to the world. രണ്ടാമതായി വിശ്വസിക്കുന്നത് ഈ ലോകത്തിലേക്ക് തന്റെ പുത്രനായ ക്രിസ്തുവിനെ അയച്ചത് പിതാവായ ദൈവമാണ് എന്നുള്ളത്. So the unity of believers അതുകൊണ്ട് നാം ഇവിടെ കാണുന്നത് വിശ്വാസികളുടെ ഐക്യമാണ്. makes the world to possess faith and knowledge. അതുകൊണ്ട് ഈ വലിയ ഐക്യത്തിൽ നാം മനസ്സിലാക്കുന്ന നമ്മുടെ വിശ്വാസത്തിലും അറിവിലും ഈ ലോകം വളരും എന്നുള്ളതാണ്. Now yesterday afternoon, ഇന്നലെ ഉച്ചകഴിഞ്ഞുള്ള സമയം we have heard നാം കേട്ടത് that something serious has gone wrong in our lives. നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ സംഭവിച്ച പിശകുകളെ സംബന്ധിച്ചാണ്, തെറ്റുകളെ സംബന്ധിച്ചാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് നാം കേട്ടത്. And that needs to be fixed. അത് നമുക്ക് തിരുത്തേണ്ടതായിട്ടുണ്ട്, അത് പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. And we were assured അതുകൊണ്ട് നമുക്ക് വലിയ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് that Christ has come to fix it. നമ്മുടെ ഇടയിലുള്ള കുഴപ്പങ്ങളെ, തെറ്റുകളെ തിരുത്തുവാനായിട്ട്, പരിഹരിക്കുവാനായിട്ടാണ് ക്രിസ്തു വന്നിരിക്കുന്നത് എന്ന്. Now, as you know, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ the prophets have been pointing to the future. പ്രവാചകന്മാരെല്ലാവരും ഭാവിയിലേക്കാണ് അവരുടെ വാക്കുകളിലൂടെ വിരൽ ചൂണ്ടുന്നത്. The Messiah is coming. മെശിഹ വരുന്നു. And the Gospels are saying the Messiah is here. അതുകൊണ്ട് ഇവിടെയുള്ള വലിയ സന്ദേശം ഈ രക്ഷകൻ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. And the epistles are saying this is how we walk in the faith. അതുകൊണ്ട് ലേഖനങ്ങളിലൊക്കെയും നാം കാണുന്നത് എങ്ങനെ ഈ വിശ്വാസത്തിൽ, ഈ അനുദിന ജീവിതത്തിൽ ജീവിക്കണം, നടക്കണം എന്നുള്ളതാണ്. For that reason, ആ വലിയ ചിന്തയിലേക്ക് brothers and sisters, പ്രിയ ക്രിസ്തുവിൽ പ്രിയരെ, let us therefore read from 2 Titus verses 6 to 8. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമുക്ക് അതിനായി വായിക്കാം. And it reads, അത് ഇപ്രകാരമാണ് വായിക്കുന്നത്: Similarly, encourage the young men to be self-controlled
അവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കാം. In everything set them an example by doing what is good. വിനോദി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് in your teaching show integrity. നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം. Seriousness. വളരെ ഗൗരവമായിട്ടുള്ളതിനെ കുറിച്ച്. And soundness of speech. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും. That cannot be condemned. ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും. So that those who oppose you പഥ്യവചനവുമുള്ളവനായിരിക്കുക. may be ashamed because they have nothing bad to say about us. നമ്മളെ സംബന്ധിച്ച് മറ്റുള്ളവർ ഒന്നും തെറ്റായി പറയുവാൻ പാടില്ലാത്തവണ്ണം. The annual convention ഈ വാർഷിക യോഗങ്ങൾ should not be only about to challenge us to be united. ഈ വാർഷിക യോഗങ്ങൾ നമ്മളെ ഐക്യമുള്ളവരായിരിക്കാൻ മാത്രമല്ല വെല്ലുവിളിക്കേണ്ടത്. This should be a place where we come to be revived. ഒരു ദൈവസന്നിധിയിൽ പുതുക്കപ്പെടുവാൻ തക്കവണ്ണം ചൈതന്യവൽക്കരിക്കപ്പെടുവാൻ തക്കവണ്ണമാണ് നാം ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നത്. We come here so that when we leave this place we feel energized. നാം ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ കൂടുതൽ ശക്തിയുള്ളവരും കരുത്തരുമായി മടങ്ങി പോകണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. And that when we go out today, അതുകൊണ്ട് നാം ഈ ചുറ്റുപാടുകളിലേക്ക് പോകുമ്പോൾ we should show ourselves of who we really are. നമ്മൾ ആരാണ് എന്നുള്ളത് ഈ ലോകത്തിന്റെ മുൻപിൽ നമ്മെ തന്നെ നാം കാണിക്കേണ്ടത് ആവശ്യമാണ്. We go out today നാം അവിടെ പോകുമ്പോൾ representing this movement the best way. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ ആരംഭിച്ച വലിയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളായിട്ടാണ് നാം ഈ ലോകത്തിലേക്ക് പോകുന്നത്. We have to show character and make a difference. അതുകൊണ്ട് നമ്മളുടെ സ്വഭാവ ശ്രേഷ്ഠത കൊണ്ടും നമ്മളുടെ ജീവിതം കൊണ്ടും വിവിധയിടങ്ങളിൽ വ്യത്യസ്തത സൃഷ്ടിക്കുവാൻ നാം പരിശ്രമിക്കണം. For our success to make a difference, അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ഈ ലോകത്തിൽ വ്യത്യസ്തത സൃഷ്ടിക്കണമെങ്കിൽ അത് വിജയിക്കണമെങ്കിൽ we will need to possess a special trait. നമുക്ക് ഒരു പ്രത്യേകമായ സ്വഭാവ സവിശേഷത നമുക്ക് അനിവാര്യമാണ്. A trait we have never set for its examination. ഒരിക്കൽ പോലും നാം പരീക്ഷ എഴുതി പാസ്സാകാത്തതായ പരീക്ഷയ്ക്ക് ഇരിക്കാത്തതായ ഒരു സ്വഭാവ സവിശേഷത നമുക്ക് അനിവാര്യമാണ്. This is a single most important and lost attribute in the world today. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു സ്വഭാവ ഗുണമാണ് ഇത്. In the church or institutions of learning, അതുകൊണ്ട് ഈ സഭയിലും പഠന കേന്ദ്രങ്ങളിലും we might have been empowered with many skills, നമ്മുടെ പഠന കേന്ദ്രങ്ങളിലൂടെ ധാരാളം കഴിവുകൾ നാം ആർജിച്ചിട്ടുണ്ടായിരിക്കാം, many traits, ധാരാളം ഗുണങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കാം. but they may not be enough പക്ഷേ അതൊന്നും മതിയാവുകയില്ല for any of us to bring about change in the world. അതുകൊണ്ട് നാം സമാഹരിച്ചിട്ടുള്ള അറിവുകളും കഴിവുകളും കൊണ്ട് ഈ ലോകത്തിൽ വ്യത്യസ്തത സൃഷ്ടിക്കാം എന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. The intellect, ഒരുപക്ഷേ നമ്മുടെ ബുദ്ധിശക്തി, the knowledge, നാം നേടിയെടുത്തിട്ടുള്ള അറിവ്, passion, നമ്മുടെ ആവേശം, ശക്തി, the charisma, നമ്മുടെ വ്യക്തിപ്രഭാവം, all these traits are very popular in the world today. ഇതെല്ലാം തന്നെ ലോകത്തിൽ ഇന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളാണ്. But dear brothers and sisters, പ്രിയ ക്രിസ്തുവിൽ പ്രിയരെ, the world seemed to be sick. ഇന്ന് ലോകം വളരെ രോഗാതുരമായിക്കൊണ്ടിരിക്കുന്നു, രോഗം ബാധിച്ച അവസ്ഥയിലായിരിക്കുന്നു. Do you talk of popularity? നമ്മൾ ഇന്ന് പ്രസിദ്ധിയെ കുറിച്ച് സംസാരിക്കുന്നു. There are so many popular people today in the world. ഈ ലോകത്തിൽ വളരെ പ്രസിദ്ധരായ അനേകം ആളുകൾ ഈ ലോകത്ത് ഇന്ന് ജീവിക്കുന്നുണ്ട്. Yet the world is not the best place to live in. ഇത്രയും പ്രസിദ്ധരായ ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിട്ടും ഈ ലോകം ഇന്ന് നല്ല ലോകമായി കാണുവാൻ നമുക്ക് കഴിയുന്നില്ല, ജീവിക്കുവാൻ തക്കവണ്ണം. You talk of power. നാം അധികാരത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. We may have it. ഒരുപക്ഷേ ഈ വലിയ അധികാരം കൈവശമുള്ളവരായിരിക്കാം നാം. But still it's not enough. പക്ഷേ അതും ഈ ലോകത്തെ മെച്ചപ്പെടുത്തുവാൻ മതിയാവുന്നില്ല. In fact, power has brought so much misery and suffering
around the world today. ഇന്നത്തെ ഈ ലോകത്തിൽ ഈ അധികാരം ധാരാളം കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഈ ലോകത്ത് ഇന്ന് വരുത്തി വെക്കുന്നുണ്ട്. Because of love of power. അതുകൊണ്ട് ഈ സ്നേഹത്തോടുള്ള അതിയായ സ്നേഹം. So many are oppressed around the world. ലോകത്തിലുടനീളം ഇന്ന് ധാരാളം ആളുകൾ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു. They live a life which is not of their own choice. അവരുടേതായ തിരഞ്ഞെടുപ്പിലല്ലാതെ അനേകം ആളുകൾ മറ്റുള്ളവരുടെ അടിമത്തത്വം മൂലം അവർ ജീവിക്കേണ്ടതായി വരുന്നു. Many are pushed to the peripheries of life. ജീവിതത്തിന്റെ അതിരുകളിലേക്ക് അനേകം ആളുകൾ തള്ളിയിടപ്പെട്ടിരിക്കുന്നു. And the powerful enjoy everything alone. അധികാരികൾ എല്ലാ ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങളും അവർ തനിയെ സന്തോഷിക്കുന്നു, നേടിയെടുക്കുന്നു. Do you talk of education? വിദ്യാഭ്യാസത്തെ കുറിച്ച് നാം സംസാരിക്കാറുണ്ടല്ലോ. We have so many graduates in the world today. ലോകത്തിൽ ഇന്ന് അനേകം ബിരുദധാരികളുണ്ട്. In fact, there are times when you are introduced like me, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ, and you have no PhD, നമുക്ക് ഒരു ഡോക്ടറൽ ബിരുദമില്ല, പോസ്റ്റ് PhD ബിരുദമില്ലെങ്കിൽ, you may feel so small, നമ്മൾ വളരെ ചെറിയ ആളുകളായി നമുക്ക് തോന്നിയേക്കാം. as if you do not matter. നമ്മുടെ ഈ സമൂഹത്തിൽ നാം പരിഗണിക്കപ്പെടുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം. Even as we have so many graduates in the world, ഈ ലോകത്തിൽ അനേകം ബിരുദധാരികൾ ഉണ്ടായിട്ടും, those who possess good insight, അനേകം ആശയങ്ങൾ മനസ്സിലാക്കുന്നവർ അറിയുന്നവരുണ്ടായിട്ടും, those who possess good common sense, സാമാന്യ ബോധം ഉള്ള ആളുകൾ ധാരാളം ഉണ്ടായിട്ടും, those who have the ability to see through things, അനേകം ആളുകളെ നന്നായി വിലയിരുത്തുവാൻ കാണുവാൻ കഴിവുള്ളവരുണ്ടായിട്ടും, those who possess the spirit of discernment, വിവേചനത്തിന്റെ ആത്മാവുള്ള അനേകം ആളുകൾ ഈ ലോകത്തുണ്ടായിട്ടും, even if we have all these people, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ള കഴിവുകളുള്ള സാധ്യതകളുള്ള അനേകം ആളുകൾ ഈ ലോകത്തുണ്ട്. and still എന്നിട്ടും we may not be able to make a remarkable, significant difference out there. ഇന്നത്തെ ലോകത്തിൽ പ്രകടമായ ഒരു വ്യത്യസ്തത അഥവാ ബദൽ സൃഷ്ടിക്കുവാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നിനും സാധിക്കുന്നില്ല. Now, preacher, what do you want? അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഇനി വേണ്ടത്? What is it that we must do അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. that will make the world a better place for all? എല്ലാവർക്കും സുഖമായി ജീവിക്കുവാൻ തക്കവണ്ണം മെച്ചപ്പെട്ട ഒരു ലോകം സൃഷ്ടിക്കുവാൻ എന്ത് വേണം എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. Preacher, please come on. നിങ്ങൾ പറയും, പ്രസംഗിക്കുന്ന പ്രിയ സഹോദര, ഞങ്ങളോട് പറയുക, What is it? എന്താണ് അത്? I propose ഞാൻ ഇവിടെ ആ വലിയ മെച്ചപ്പെട്ട കാലത്തിനായി നിർദ്ദേശിക്കുന്ന ചിന്ത, for us to be able to make remarkable and significant difference. പ്രകടമായ വ്യത്യസ്തത ഈ ലോകത്ത് നമുക്ക് ഈ സൃഷ്ടിക്കണമെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഒരു കാര്യം ഇവിടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കട്ടെ. Something very simple is required of us. വളരെ ലളിതമായ ഒരു കാര്യം ഇന്ന് നമുക്ക് ആവശ്യമാണ്. We need to become. നമ്മൾ ഇന്ന് ആയിത്തീരേണ്ടതായി ആവശ്യമായിട്ടുണ്ട്. To become women and men of integrity. ധർമ്മനീതിയുടെ വക്താക്കളാകുന്ന സ്ത്രീകളും പുരുഷന്മാരുമായി ഞാനും നിങ്ങളും മാറണം എന്നുള്ളതാണ്. Now when you leave from this space this afternoon, ഇന്ന് വൈകിട്ട് നാം ഇവിടെ നിന്ന് പോകുമ്പോൾ, when they ask you, മറ്റുള്ളവർ നമ്മളോട് ചോദിക്കും, what did the young man from Africa say to you? സൗത്ത് ആഫ്രിക്കയിൽ വന്ന പ്രസംഗകൻ നിങ്ങളോട് എന്തു പറഞ്ഞു എന്ന് ഒരുപക്ഷെ അവർ ചോദിച്ചേക്കാം. If you forget all I'm going to say, ഞാൻ പറയുന്ന മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾ മറന്നാലും, please don't forget this one thing. എന്നാൽ ഒരു വാക്ക്, ഞാൻ ഈ പറയുന്ന ഈ ഒരു വാക്ക് നിങ്ങൾ മറക്കരുത്. Tell them. അവരോട് പറയണം, In his struggle to communicate to us, അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് ഞങ്ങളോട് പറയുവാൻ ശ്രമിച്ചത്, pleaded with us. ഞങ്ങളോട് അപേക്ഷിച്ചത്, God requires of all of us ദൈവം നമ്മളെ കുറിച്ചെല്ലാം ആഗ്രഹിക്കുന്നത് to be men and women of integrity. സമഗ്രതയുടെ ധർമ്മനീതിയുടെ ആളുകളായി, മാനവരായി നാം എല്ലാവരും മാറണം എന്നുള്ളതാണ്.
dear friends, പ്രിയ ക്രിസ്തുവിൽ പ്രിയരെ, we don't need too much money to change the world. ഈ ലോകത്തെ മാറ്റുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് ധാരാളം സമ്പത്ത്, പണം ആവശ്യമില്ല. For that matter, അത് ഒരിക്കലും വലിയ the കാര്യമല്ല. world has too much money than ever before. ഇതിനു മുൻപുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് സമ്പത്ത്, ധനം ഇന്ന് ലോകത്തിന്റെ We കൈവശമുണ്ട്. don't need military forces and sophisticated weapons ഈ to make ലോകത്തെ a difference. രൂപാന്തരപ്പെടുത്തുവാൻ ആധുനിക സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഉപകരണങ്ങളോ സൈനിക ശക്തിയോ ആവശ്യമില്ല. In fact, these things have made the whole world to be unsafe today. നമ്മൾ ഈ പറഞ്ഞ യുദ്ധവും ശക്തികളും ആയുധങ്ങളുമൊക്കെ ഈ ലോകത്തിൽ ദുരിതങ്ങൾ വർദ്ധിക്കുവാൻ മാത്രമാണ് കാരണമായി തീർന്നിട്ടുള്ളത്. We have countless peacekeeping forces in the world. ലോകത്തിൽ സമാധാനം സംരക്ഷിക്കുന്ന ധാരാളം സംഘടനകൾ, സംഘങ്ങൾ ഇന്ന് ഈ ലോകത്തുണ്ട്. Yet there is much suffering and many are displaced through wars in many parts of the world. എന്നിട്ടും ഈ ലോകത്തിൽ ദുരിതങ്ങളുണ്ട്. അനേകം ആളുകൾ അവർ പിറന്ന ജന്മനാട്ടിൽ നിന്ന് പറിച്ച് മറ്റിടങ്ങളിലേക്ക് എറിയപ്പെടുന്നുണ്ട്. We have organizations like United Nations, European Union, African Union, and many others. And yet, the world is becoming an unsafe place to live in. ലോകത്തെ നാം നോക്കുമ്പോൾ ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയുണ്ട്, യൂറോപ്യൻ യൂണിയനുണ്ട്, ആഫ്രിക്കൻ യൂണിയനുണ്ട്, മറ്റനേകം സംഘടനകളുണ്ടായിട്ടും ഇന്നും ഈ ലോകം ജീവിക്കുവാൻ തക്കവണ്ണം സുരക്ഷിതമായി തീർന്നിട്ടില്ല. By the grace of God, I have traveled little bit around the world. ദൈവകൃപയാൽ ഈ ലോകത്തിന്റെ വ്യത്യസ്ത ഇടങ്ങളിലൂടെ സഞ്ചരിപ്പാൻ, യാത്ര ചെയ്യുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. There are times when I pass through custom borders, I am so humiliated. പല രാജ്യത്തിന്റെ അതിർത്തികളിലൂടെ ഞാൻ സഞ്ചരിച്ചപ്പോൾ ഞാൻ അപമാനിതനായി തീർന്നിട്ടുണ്ട്. Young men and young women who are members of the security forces will render me feel so humiliated. എന്നെ പരിശോധിക്കുന്ന സുരക്ഷാ ഭടന്മാർ എന്നെ പരിശോധിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അപമാനിതനായി എനിക്ക് തോന്നിയിട്ടുണ്ട്. You are required to take off your shoes, take off your belt, everything. നിന്റെ വസ്ത്രവും നിന്റെ ഷൂസും ബെൽറ്റും എല്ലാം മാറ്റി അവർക്ക് പരിശോധിക്കുവാൻ നാം ഒരുക്കി കൊടുക്കുമ്പോൾ അപമാനിതനായി പലപ്പോഴും ഞാൻ തീർന്നിട്ടുണ്ട്. And yet you are just a nobody trying to tell everybody about somebody who can save anybody. അതുകൊണ്ട് ഇവിടെ നാം പറയുന്ന ചിലരെ രക്ഷിക്കുവാൻ ഇവിടെ ആയിരിക്കുന്ന ആളുകളെ രക്ഷിക്കുന്നതിനെ ഒരാളെ കുറിച്ചാണ് നാം പറയുന്നത്. So one day in this huge airport in the world, ഈ ലോകത്തിന്റെ ഒരു ദിവസത്തിൽ ഒരു വലിയ വിമാനത്താവളത്തിൽ, as this young lady is commanding me to take off these things, ഇവിടെ ഉണ്ടായിരുന്ന ഒരു സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ എന്നെ ഇതൊക്കെ മാറ്റുവാനായിട്ട് അവർ എന്നോട് ആവശ്യപ്പെട്ടു. I said, my lady, I have put on a little bit oversized pair of shoes of trousers today. അതുകൊണ്ട് ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞു, ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ഇന്ന് ഒരു അല്പം വലിപ്പമുള്ള ഒരു പാന്റാണ് ഞാൻ ഇന്ന് ധരിച്ചിരിക്കുന്നത്. So what if I take off the belt and the pair of trousers will fall? ഞാൻ ഈ ബെൽറ്റ് ഊരിയാൽ എന്റെ പാന്റ് താഴെ ഊരിപ്പോകും. I thought this young lady will smile. ഞാൻ വിചാരിച്ചു ആ സുരക്ഷാ ചുമതലയുള്ള സ്ത്രീ When ചിരിക്കുമായിരിക്കും. I spoke those words, she became more serious. ഞാനത് പറഞ്ഞപ്പോൾ അവർ കുറച്ചും കൂടെ ഗൗരവമുള്ളവളായി മാറി. We have a serious problem. നമ്മുടെ ഇടയിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. We need women and men of God who live by the principle of integrity. ധർമ്മനീതിയിലും സമഗ്രതയിലുമുള്ള തത്വാധിഷ്ഠിത ജീവിതം നയിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ഈ ലോകത്തിൽ ഇന്ന് അനിവാര്യമാണ്, ആവശ്യമാണ്. As these things are happening throughout the world, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ലോകത്തിൽ മുഴുവനും സംഭവിക്കുമ്പോൾ തന്നെ, on the other hand, മറ്റൊരു മറുവശത്ത് reluctantly the church in a snail pace
is developing contemporary strategies. ഇതിന്റെ മധ്യത്തിലൊക്കെ തന്നെ ഒച്ചിന്റെ വേഗതയിൽ ഇന്ന് ചില ദൗത്യത്തിന്റെ ചില മേഖലകൾ അന്വേഷിക്കുന്ന ഒരു സഭയെയും നമുക്ക് കാണുവാൻ കഴിയും. Strategies of doing mission. ദൗത്യം നിർവഹിക്കുന്ന ചില പരിപാടികൾ ആവിഷ്കരിക്കുന്ന സഭ. But let me tell you, പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, in many instances, ഇനി പല പ്രത്യേക അവസരങ്ങളിലും the outcomes are not so impressive. നമുക്ക് ലഭിച്ചിട്ടുള്ള ഫലം എന്ന് പറയുന്ന അത്രമാത്രം ഹൃദയഹാരിയായിട്ടുള്ളതല്ല. The church is not seen as the best option for bringing about stability in the ailing world. ഈ രോഗാതുരമായ ഈ ലോകത്തിൽ സൗഖ്യവും സ്ഥിരതയും കൊണ്ടുവരുവാൻ തക്കവണ്ണം ഈ സഭയും മുതിർന്നു വളർന്നിട്ടുണ്ടോ എന്ന് ഈ സമയത്ത് സംശയിക്കുന്നു. Instead, many are finding the church to be too conservative. ഇന്ന് പലപ്പോഴും ചില ആളുകളെങ്കിലും ഈ സഭ കൂടുതൽ യാഥാസ്ഥിതിക മനോഭാവത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് ചില ആളുകൾ സംശയിക്കുന്നുണ്ട്. Lagging behind in issues that affect life on a day-to-day challenges. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാതെ ഈ സഭ യാഥാസ്ഥിതികമായിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന സംശയം. Franklin Roosevelt said, ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് എന്ന് പറയുന്ന പ്രസിദ്ധനായ മനുഷ്യൻ ഇപ്രകാരം പറയുന്നു, a conservative is a man with two perfect good legs. നല്ല മനോഹരമായ രണ്ട് കാലുകളുള്ള ഒരു മനുഷ്യനെ പോലെയാണ് ഈ യാഥാസ്ഥിതിക മനോഭാവം. Who, however, has never learned to walk forward. മനോഹരമായ രണ്ട് കാലുകൾ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ശീലിക്കാത്ത പഠിക്കാത്ത ഒരു മനുഷ്യനെ പോലെയാണ് ഈ യാഥാസ്ഥിതിക മനോഭാവം. Friends, the world needs women and men of integrity. അതുകൊണ്ട് ക്രിസ്തുവിൽ പ്രിയരെ, ഇന്ന് ലോകത്തിന് വേണ്ടിയത് ധർമ്മനീതിയുള്ള സമഗ്രതയുള്ള ആർജവമുള്ള സ്ത്രീ പുരുഷന്മാരെയാണ്. The trait that has the power to change hearts and minds. ഹൃദയത്തെയും മനസ്സിനെയും രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയുള്ള ആർജവമുള്ള ഇത്തരത്തിലുള്ള മനുഷ്യർ. The world needs women and men of their words. അവരുടെ വാക്കുകൾ കൊണ്ട് ജീവിക്കുന്ന അനേകം ആളുകളെ ഇന്ന് ലോകത്തിന് ആവശ്യമാണ്. Words that match up with their deeds. അവരുടെ വാക്കും പ്രവൃത്തിയും പരസ്പര പൂരകങ്ങളാകുന്ന സ്ത്രീ പുരുഷന്മാരെ ഇന്ന് ലോകത്തിന് അനിവാര്യമാണ്. These are those who they are, no matter where they are. അവർ ആരാണെന്നോ അവർ ആരായിരിക്കണമെന്നോ എന്നതാണ് പ്രധാനം. No matter who is with them. അവരോടൊപ്പം ആരുണ്ട് എന്നതല്ല, അവരാരാണ് എന്നുള്ളതാണ് പ്രധാനം. I cannot teach this nation ഈ രാജ്യത്തെ എനിക്ക് പഠിപ്പിക്കുവാൻ കഴിയുകയില്ല about integrity. ഈ ധർമ്മനീതിയെക്കുറിച്ച്, സമഗ്രതയെക്കുറിച്ച്. Because the father of your nation നിങ്ങളുടെ രാഷ്ട്രപിതാവ് was a man of integrity. ഈ ധർമ്മനീതിയുടെ സമഗ്രതയുടെ ഒരു ആൾ രൂപമായിരുന്നു. And he said, ആ മഹാനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, an eye for an eye കണ്ണിന് പകരം കണ്ണ് will leave the whole world blind. നമ്മൾ ഈ ലോകത്ത് മുഴുവൻ അന്ധരായിരിക്കുന്നു. This is the man who stood tall throughout the world. ഈ ലോകത്തിലുടനീളം മഹാപുരുഷനായി തീർന്ന ഒരു വ്യക്തിയാണ് ഈ മനുഷ്യൻ. Who taught us to be true and truthful. ആ മനുഷ്യൻ സത്യത്തെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും നമ്മളോട് പഠിപ്പിച്ചു. No matter what happens, എന്ത് സംഭവിക്കുമെന്നതല്ല, whether we live in abject poverty, ദാരിദ്ര്യത്തിൽ നാം ജീവിക്കും എന്നതല്ല, he taught us to be people of integrity. ഒരുപക്ഷെ ദാരിദ്ര്യത്തിൽ ജീവിച്ചാലും ഈ സമഗ്രതയുള്ള ധർമ്മനീതിയുള്ള ആളുകളായി ജീവിക്കണമെന്നാണ് ഈ രാഷ്ട്രപിതാവ് നമ്മളെ പഠിപ്പിച്ചത്. And you, as the nation of this country, അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ വലിയ ഈ രാഷ്ട്രപിതാവിന്റെ ഭാഗമായിരിക്കുന്ന രാജ്യത്തിലെ അംഗങ്ങളാണ്. he left you with this legacy. അതുകൊണ്ട് നാം എല്ലാവരും ഇന്ന് പിന്തുടരേണ്ട വലിയ ഒരു ചിന്തയാണ്, ഈ ആദർശമാണ് ഇത്. To be women and men of integrity. ധർമ്മനീതിയുള്ള സമഗ്രതയുള്ള സ്ത്രീ പുരുഷന്മാരായി ഇന്ന് ഈ ലോകത്ത്, ഈ രാജ്യത്ത് ജീവിക്കുവാൻ. At his treason trial, ആ മനുഷ്യന്റെ വലിയ കേസന്വേഷണ സമയത്ത്, at the time of his being sentenced, അദ്ദേഹം തടവുകാരനായി അയക്കപ്പെട്ട സമയത്ത് Nelson Mandela stood before the judge in High Court.
ഹൈക്കോടതിയുടെ മുൻപിൽ നെൽസൺ മണ്ടേല എഴുന്നേറ്റ് നിന്നു. And when the judge was about to pass a judgment, ഈ വിധികർത്താവ് ന്യായാധിപൻ തന്റെ വിധി പുറപ്പെടുവിക്കുവാനായിട്ട് പോകുന്നതിന് മുൻപ് he was given an opportunity to speak for himself. ന്യായാധിപൻ നെൽസൺ മണ്ടേലയോട് സംസാരിക്കുവാനായിട്ട് ഒരു അവസരം കൊടുത്തു. And he stood there നെൽസൺ മണ്ടേല അവിടെ എഴുന്നേറ്റ് നിന്നു. and said, "My Lord, എന്നിട്ട് പറഞ്ഞു, പ്രിയ ന്യായാധിപ, I have dedicated the whole of my life to the struggle of the freedom of my people. എന്റെ ജനതയുടെ വീണ്ടെടുപ്പിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി എന്റെ ജീവൻ പരിപൂർണമായി അർപ്പിച്ചവനാണ്, ആയുസ് മുഴുവൻ അർപ്പിച്ചവനാണ് ഞാൻ. I fought against white domination. വെള്ളക്കാരുടെ ആധിപത്യത്തിനെതിരായി ഞാൻ പോരാടി. And I fought against black domination. കറുത്ത വർഗ്ഗക്കാരെ അവരെ അടിച്ചമർത്തുന്നതിനെതിരെ ഞാൻ പോരാടി. I cherished an ideal in which all people live in equality. എല്ലാ മനുഷ്യരും തുല്യതയോടെ ജീവിക്കണമെന്നുള്ള വലിയ ദർശനത്തോടെ ഞാൻ എൻ്റെ ആയുസ് പോരാട്ടത്തിനായി സമർപ്പിച്ചു. And this is an ideal I commit my life. ഈ ആദർശത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ പരിപൂർണമായി സമർപ്പിക്കുന്നു. And in conclusion he said, അതിന്റെ ഉപസംഹാര സമയത്ത് നെൽസൺ മണ്ടേല ഇപ്രകാരം പറഞ്ഞു, "My Lord, പ്രിയ ന്യായാധിപ, if it is necessary, ആവശ്യമെങ്കിൽ this is the ideal for which I am prepared to die." ഈ സമയം ഞാൻ ഒരുക്കമാണ് മരിക്കുവാൻ, നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ കൊല്ലാം. So before the judge sentenced him to life imprisonment, ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് മുൻപ് ഈ ന്യായാധിപൻ Mandela made it difficult for the judge. ആ ന്യായാധിപന് വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു സാഹചര്യം നെൽസൺ മണ്ടേല He could സൃഷ്ടിച്ചു. not sentence him to death penalty. അവനെ മരണശിക്ഷയ്ക്ക് വിധിക്കുവാൻ ഈ ന്യായാധിപന് കഴിയാത്തവണ്ണമുള്ള സാഹചര്യം. Because he was already dead standing in front of the judge. ന്യായാധിപന്റെ മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ അവൻ പറഞ്ഞു അവൻ മരിക്കുവാൻ തയ്യാറാണ് എന്ന്. The judge gave him life imprisonment. ഈ ന്യായാധിപൻ അവന് ജീവപര്യന്തം, നെൽസൺ മണ്ടേലയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 27 years, 27 വർഷത്തിനു ശേഷം Mandela came out. ഈ മണ്ടേല ജീവപര്യന്തം തടവ് ശിക്ഷയിൽ പുറത്തേക്ക് വന്നു. Repeated the same statement. 27 വർഷം മുമ്പ് പറഞ്ഞ അതേ പ്രസ്താവന ഈ നെൽസൺ മണ്ടേല വീണ്ടും ആവർത്തിച്ചു. That was an invitation. അതൊരു വലിയ ക്ഷണമായിരുന്നു, ആഹ്വാനമായിരുന്നു. For us as a nation, ഞങ്ങളെ പോലെ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ആഹ്വാനമായിരുന്നു. live a life of integrity. ധർമ്മനീതിയുള്ള, ആർജവത്വമുള്ള, സമഗ്രതയുള്ള ഒരു ജീവന് വേണ്ടിയുള്ള നെൽസൺ മണ്ടേലയുടെ വലിയ ആഹ്വാനമായിരുന്നു അത്. John Maxwell has this to say. ജോൺ മാക്സ്വെല്ലിന് ഇപ്രകാരം പറയുവാനായിട്ടുണ്ട്. Sadly, വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, integrity is a vanishing commodity today. ഇന്നത്തെ ലോകത്തിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ഈ സമഗ്രത, ധർമ്മനീതി എന്ന് പറയുന്നത്. Personal standards are crumbling in a world that has taken to hot pursuit personal pressure. പലപ്പോഴും വ്യക്തിപരമായ സമ്മർദ്ദങ്ങൾക്കും സുഖലോപലതയ്ക്കും വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ തകർന്നടിയുന്ന ഒന്നായിത്തീർന്ന ഒരു സംഗതിയായി ഈ ധർമ്മനീതി സമഗ്രത മാറിയിരിക്കുന്നു. Whenever we want what we want, നമുക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ we always look for shortcut to success. കുറുക്കു വഴികളിലൂടെ വിജയത്തിന്റെ പാതയിലേക്ക് പോകുവാൻ നാം ശ്രമിക്കാറുണ്ട്. Now, what is integrity? അതുകൊണ്ട് ഇവിടെ നാം അന്വേഷിക്കണം, എന്താണ് ഈ സമഗ്രനീതി, സമഗ്രത, ധർമ്മനീതി എന്ന് In പറയുന്നത്. the English language, ആംഗലേയ ഭാഷയിൽ it comes from the word integrate. ഇന്റഗ്രേറ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് ഇന്റഗ്രിറ്റി അഥവാ ധർമ്മനീതി, സമഗ്രത എന്ന അർത്ഥമുള്ള വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. The ability to pull together the values of heart, ഹൃദയത്തിന്റെ മൂല്യങ്ങൾ ഒരുമിച്ച് ചേർക്കുന്ന, ഒന്നു ചേരുന്ന അവസ്ഥയാണിത്. into daily activities. ഹൃദയത്തിന്റെ മൂല്യങ്ങൾ ദൈനംദിന ജീവിതത്തിലേക്ക് ഭാഷാന്തരം ചെയ്യുന്ന, പരിവർത്തനം ചെയ്യുന്ന അവസ്ഥയാണ് ഇന്റഗ്രിറ്റി, സമഗ്രത എന്നുള്ളത്. The ability to practice what we teach and preach. നാം പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന അവസ്ഥയാണിത്. The ability to be practical in every way if we are able.
നമുക്ക് കഴിയുന്നിടത്തോളം സമയം എവിടെയെല്ലാം ഇത് പ്രായോഗികമാക്കുവാൻ കഴിയുമോ, വാക്കുകൾ പ്രായോഗികമാക്കുവാൻ കഴിയുമോ, അതിനാണ് സമഗ്രത ധർമ്മനീതി എന്ന് പറയുന്നത്. Letting the deeds speak for you. നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി സംസാരിക്കട്ടെ, നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് വേണ്ടി സംസാരിക്കട്ടെ. As believers, അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ setting an example in speech, Number- in life, in love, in faith and in purity. വിശുദ്ധിയിലും ഒരുമയിലും സ്നേഹത്തിലും വിശ്വാസത്തിലും ഐക്യതയിലും മറ്റുള്ളവരുടെ മുൻപിൽ വലിയ മാതൃകകൾ സൃഷ്ടിക്കേണ്ടവരാണ് ക്രിസ്തീയ വിശ്വാസികൾ.